വചനമൊഴി ഡിസംബർ 12. വചനഭാഗം റോമ 12:9-18, ലൂക്കായുടെ സുവിശേഷം 1:39-45. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നലെ സുവിശേഷത്തിൽ നാം ശ്രവിച്ചത് പരിശുദ്ധ അമ്മയ്ക്ക് മംഗളവാർത്ത ലഭിക്കുന്ന കാര്യമായിരുന്നു. ദൂതനോടുള്ള സംഭാഷണത്തിനിടയിൽ പരിശുദ്ധ അമ്മ അറിഞ്ഞൊരു കാര്യം, തൻ്റെ ഇളയമ്മയായ എലിസബത്തിന് ഒരു കുഞ്ഞ് ഉണ്ടാകുന്നു എന്ന കാര്യമാണ്. ആ സന്തോഷത്തിൽ ആനന്ദിക്കുന്നതിന്, ആ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് തിടുക്കത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന പരിശുദ്ധ അമ്മയാണ് ഇന്ന് സുവിശേഷത്തിൽ കാണുന്നത്. നസറത്തിൽ നിന്ന് ദൂരെ ജെറുസലേമിലേക്ക് തിടുക്കത്തിൽ ചെല്ലുന്നു. ഇളയമ്മയ്ക്ക് ലഭിച്ച ദൈവകൃപയിൽ സന്തോഷിക്കാൻ, ദൈവസന്നിധിയിൽ നിന്നും കൃപ ലഭിച്ച എലിസബത്തിൻ്റെയും സക്കറിയായുടെയും ഭവനത്തിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടുകൊണ്ട് ദൈവകൃപയോട് എപ്രകാരം സഹകരിക്കണമെന്ന് പഠിപ്പിക്കുന്നു. മറിയം എലിസബത്തിന്റെ പക്കൽ 3 മാസം ശുശ്രൂഷ ചെയ്തു എന്നാണ് പറയുന്നത്. എലിസബത്ത് പ്രായം കവിഞ്ഞവളായിരുന്നു. അമ്മ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. എലിസബത്തിന് 3 മാസം മറിയം ശുശ്രൂഷ ചെയ്തു എന്ന് പറയുമ്പോൾ എലിസബത്തിന്റെ പ്രസവ സമയത്ത് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് മറിയം എലിസബത്തിനെ ശുശ്രൂഷിച്ചു എന്ന് വേണം കരുതാൻ. ദൈവപുത്രന്റെ അമ്മയാകാൻ വിളിക്കപ്പെട്ട ആ നിമിഷം തന്നെ എല്ലാവരുടെയും അമ്മയാകുവാനായിട്ട് തിടുക്കത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന മറിയം, പരിശുദ്ധ അമ്മ, ദൈവപുത്രന്റെ അമ്മയാകാൻ വിളിക്കപ്പെട്ട നിമിഷം തന്നെ ലോകത്തിൻ്റെ അമ്മയാകാൻ, എല്ലാവരുടെയും അമ്മയാകാൻ, അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാകുന്ന മറിയമാണ് നമുക്കും പരിശുദ്ധ അമ്മയായുള്ളത്. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നമുക്ക് വേണ്ടിയും ഈശോയുടെ പക്കൽ മധ്യസ്ഥം വഹിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ കൂടെയായിരിക്കാനും ഈശോയെ അനുഭവിക്കുവാനും നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.